ഏതാണ്ടൊരു 10-16 വർഷം മുമ്പ് ഞാനും എൻ്റെ മോളും കൂടി, ചെറിയ മോളും കൂടിയിട്ട് അമൃതാനന്ദപുരം ആശ്രമത്തിൽ പോയി. അന്ന് മൂത്ത മോള് ഇരിങ്ങാലക്കുടയിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ മോള്, ചെറിയ മോള്. ഞങ്ങൾ ചേട്ടനുണ്ട്. അപ്പോൾ ആ കാലത്ത് ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, മുന്നോട്ട് ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അത് പല പല സാഹചര്യങ്ങളും നമുക്കങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റണില്ല. ഒന്നെങ്കിൽ മരണം, അല്ലെങ്കിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ടി വിയിൽ നമ്മൾ അമൃതാനന്ദമയ്യെക്കുറിച്ച് വാർത്ത കാണണം, ആശ്രമത്തെക്കുറിച്ചും അവിടെ ഇങ്ങനെ കുറേ അമ്മമാർക്ക് ധനസഹായം നൽകുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണാനിടയായി. അപ്പം ഇങ്ങനെ മനസ്സിൽ എന്തോ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, അമ്മയോട് ചെന്ന് നമ്മുടെ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പരിഹാരം കിട്ടിയാലോ എന്നിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടന്ന്, കുറേ ദിവസം 2-3 ദിവസം മനസ്സിലിങ്ങനെ ആകെ ഇങ്ങനെ ചിന്തകൾ തന്നെയായി. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ചേട്ടനോട് പറയാം, നമുക്കൊന്ന് അവിടെ വരെ പോകാം. അപ്പോൾ ആള് ഭയങ്കര നിസ്സംഗത കാണിച്ചു, പറയുന്നതിനൊരു മറുപടി തരണില്ല എനിക്ക്. ഞാനെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് ഒന്ന് അവിടെ വരെ പോവാം, ഒന്ന് അവിടെ വരെ പോവാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആളതിനൊരു മറുപടിയും തരണില്ല. അപ്പം ഞാൻ എൻ്റെ മോളെയും കൂട്ടി പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ കുറേയൊക്കെ ആൾ പറഞ്ഞു കേട്ടോ, വേണ്ട എന്നൊക്കെ. പക്ഷേ നമുക്ക് ജീവിക്കണം, മരിക്കാൻ പറ്റില്ല. നമ്മളെ ഒരാളും കൈ പിടിക്കാനുമില്ല. കഷ്ടപ്പാടിൻ്റെ മുൻമുന്നിൽ കൂടിയാണ് നമ്മൾ ഈ സ്റ്റേജ് വരെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും കൂടെ ഞങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ ആ സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് മരണം മാത്രമാണ് ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സ് അങ്ങനെ പറയാണ്. മരണം ഒന്നിനും പരിഹാരമല്ല, അത് മറ്റൊരു കാര്യം. എങ്കിലും പക്ഷെ നമുക്ക് ചില സാഹചര്യങ്ങളെ ഫേസ് ചെയ്തങ്ങോട്ട് പോകാനായിട്ട് പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും മോളെയും കൂടി വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ഇട്ട ഡ്രസ്സ് മാത്രം, അതല്ലാതെ ഞങ്ങളൊന്നും കരുതാതെ അങ്ങ് പോയി. ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ഡ്രൈവറോടും കണ്ടക്ടറോടും കാര്യം പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എവിടെ ഇറങ്ങണം എന്നൊക്കെയുള്ള കാര്യം ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ അവർ സമ്മതിച്ചു. അങ്ങനെ കറക്റ്റ് സ്ഥലത്ത് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങിയിട്ട് ബസ് കയറി വേറെ ഏത് ബസ്സിലാണ് കയറി പോകേണ്ടത്, എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ അവരുടെ ആ ഒരു ബലം, അവരുടെ ആ ഒരു വാക്കിൻ്റെ ആ ഒരു ശക്തിയിൽ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയി. അന്നൊരു ചെറിയ ഫോണാണ് കയ്യിലുള്ളത്, അതിൻ്റെ ചാർജൊക്കെ തീർന്നു. അപ്പോൾ എത്തണതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയ കടയിൽ കയറിയിട്ട് നമ്മൾ എന്തോ ഒക്കെ വാങ്ങിച്ചു. ആ സമയത്ത് ഈ ഫോണും ഒരു 5 മിനിറ്റ് അവിടെ കുത്തിയിട്ടു, സ്വിച്ച് ഓഫ് ആയി പോയായിരുന്നു. അങ്ങനെ ആശ്രമത്തിലെത്തി. മനസ്സിൽ കണ്ടതുപോലെ തന്നെ വളരെ സമാധാനപരമായൊരു അന്തരീക്ഷം. ഒരു ആശ്രമം എന്നൊക്കെ പറയില്ലേ, എനിക്ക് ആശ്രമം ഭയങ്കര ഇഷ്ടമാണ്, അവിടുത്തെ ഒരു അവസ്ഥ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ കണ്ട സ്വാമിജിയോട്, ഇത്ര വർഷം മുമ്പല്ലേ, ആരെയാണ് കണ്ടത്, എന്താണ് കണ്ടത്, അത്രയ്ക്കും വ്യക്തതയില്ല. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഞങ്ങൾക്കൊരു ടോക്കൺ തന്നു. എന്നിട്ട് അവിടെ എഴുതി എത്ര ദിവസം തൊട്ട് എത്ര ദിവസം വരെ. അപ്പോൾ ഞാൻ ഒരാഴ്ച പറഞ്ഞു. അവരെന്നെ ഡേറ്റ് ഇട്ട് അത്ര ദിവസം ഈ ടോക്കൺ ഭക്ഷണശാലയിൽ കാണിക്കുക, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ സമയാസമയത്ത് അവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ടോക്കൺ നമ്മളെ ഏൽപ്പിച്ചു. അങ്ങനെ പിന്നെ നമ്മളവിടെ ജീവിക്കാൻ തുടങ്ങി. അത്യാവശ്യം വേണ്ട ഡ്രസ്സൊക്കെ പുറത്തുനിന്ന് വാങ്ങി, തോർത്തുമുണ്ട് പോലുള്ള സാധനങ്ങളൊക്കെ. എന്നിട്ട് ഞാൻ പറയാം, മോൾക്ക് ഡ്രസ്സ് വാങ്ങി പുറത്തുനിന്ന്, എനിക്ക് വാങ്ങിയില്ല. എനിക്കൊരു ഉടുപ്പ് വാങ്ങി. ആ ഉടുപ്പ് രാത്രിയിൽ അവിടെ ഉപയോഗിക്കും. രാത്രിയിൽ കുളിച്ചിട്ട് എൻ്റെ സാരി ഞാൻ അവിടെ വിരിച്ചിടും. സാരി വിരിച്ചിട്ടിട്ട് പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ഈ ഉടുപ്പ് കഴുകിയിട്ടിട്ട് ഈ സാരി എടുത്ത് കൊടുക്കും. പകൽ മുഴുവൻ ഒരാഴ്ച മുഴുവൻ ഞാൻ ഒറ്റ സാരിയിൽ അവിടെ തങ്ങി. അങ്ങനെ ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ആശ്രമത്തിലിങ്ങനെ പ്രാർത്ഥനയുണ്ട്, അവിടെ പോയി നമ്മൾ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളും.
സമയാസമയത്ത് പോയി ആഹാരം കഴിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഈ വിദേശികൾക്കൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കുന്ന ഫ്രൂട്ട്സുകൾ പലതരം, ഒരു തരം രണ്ട് തരം മൂന്ന് തരം ഒന്നുമല്ല, പലതരം പഴവർഗ്ഗങ്ങൾ അത് നന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കും അതിൽ പങ്കുചേരാം. അതിന് കുറേ അമ്മമാർ അവിടെ ഉണ്ട് കേട്ടോ. അവരുടെ വീടും കൂടിയൊക്കെ ഉള്ള ആൾക്കാരാണ് അവർ. പക്ഷേ ആശ്രമത്തിൽ വന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കുക. അപ്പോൾ അതിൽ അമ്മമാർ എന്നോട് പറഞ്ഞു, മോളെ അന്ന് എനിക്ക് ഏകദേശം ഏതാണ്ട് ഒരു 10-38 വയസ്സ്. മോളെ എങ്ങനെ, അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതാവസ്ഥകളൊക്കെ പറഞ്ഞു അമ്മമാരോട്. അപ്പോൾ ഇവിടെ താമസിച്ചോളൂ, ജോലി ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ടല്ലോ, ഒരു ജോലിക്ക് ബുദ്ധിമുട്ടില്ല, മൂത്ത മോളെ ഇങ്ങോട്ട് കൊണ്ടുപോരെ, ഇവിടെ പഠിപ്പിക്കാം, ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം നമ്മുടെ നാടൊന്നും വിട്ടിട്ട് അങ്ങനെ മാറി നിൽക്കാൻ തോന്നിയില്ല. എന്നാലും നമ്മുടെ മനസ്സിന് നല്ലൊരു ശാന്തി സമാധാനം ഒക്കെ ലഭിച്ചു. കിടക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ പുല്ലുപായകളും അവിടെ ഇങ്ങനെ മാറി മാറി വന്ന് താമസിക്കുന്ന അന്തേവാസികൾ എന്ന് പറയും ഒരുപാടുണ്ട്. ഈ കോഴിക്കോട് നിന്നൊരു ലേഡി ഡോക്ടർ 6 മാസം കൂടുമ്പോൾ ഒരിക്കൽ അവിടെ വരും. കുറച്ച് ദിവസങ്ങൾ അവിടെ തങ്ങിയിട്ടേ പോകുള്ളൂ. അങ്ങനെ നല്ലൊരു അന്തരീക്ഷം. എൻ്റെ മോൾക്ക് അവിടെ ചെന്നപ്പോൾ ചുമ പിടിച്ചു. ഭയങ്കര ചുമ എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനാലയത്തിൽ കയറി കഴിഞ്ഞാൽ ഈ ചുമ കുട്ടിക്ക് കേൾക്കാനുള്ളൂ. അപ്പോൾ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, ഇന്നടുത്ത് ഇങ്ങനെ മരുന്ന്, ആയുർവേദ മരുന്നാണ് അവിടെ, മെഡിക്കൽ ഷോപ്പ് പോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, കുട്ടിക്ക് പോയി മരുന്ന് വാങ്ങിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ചെന്നപ്പം അന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയില്ല. കാരണം നമുക്ക് കറക്റ്റ് ടൈമിങ്ങിനൊന്നും അവിടെ ഓടിയെത്തുന്നില്ല. അപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയം, നമ്മുടെ കയ്യിൽ വാച്ചോ സംഭവമൊന്നുമില്ലല്ലോ, മൊബൈലുണ്ട്, ഒരു സമയമുണ്ട്, പക്ഷെ എന്തോ അന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഈ മരുന്ന് വാങ്ങാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം ഇപ്പോഴത്തെ ഈ അവസ്ഥയൊന്നും അല്ല അന്ന്. ആകെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അവിടെ ഒരു സ്വാമി ചോദിച്ചു, അമ്മ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ കഴിച്ചില്ല എന്ന് പറഞ്ഞു. ടോക്കൺ നമ്മുടെ കയ്യിലുണ്ട്, ആ സമയത്ത് എത്താനായിട്ട് പറ്റിയില്ല. അപ്പോൾ വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിയിട്ട് പോയി. ഞങ്ങൾ ആ സ്വാമിയുടെ പുറകെ ചെന്നു. ഒരു പയ്യനാ, അധികം പ്രായമൊന്നുമില്ല, ഒരു 10-28 കൂടി പോയാൽ ചെന്ന് കഴിഞ്ഞപ്പം ആ ഹാളിൽ, ആ മെസ്സിൽ ആരുമില്ല. ഭക്ഷണങ്ങളെല്ലാം അവിടുന്ന് മാറ്റി. എന്നിട്ട് 2 പ്ലേറ്റിൽ, വലിയ പ്ലേറ്റ്, ആ സ്റ്റീലിൻ്റെ കിണ്ണ, അതിൽ ഞങ്ങൾക്ക് 2 ആൾക്കും ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കഴിച്ചാൽ തീരാത്തത്ര ഭക്ഷണം അവിടെ അതിലുണ്ടായിരുന്നു. അതങ്ങനെ ഇതൊക്കെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാട്ടോ നമുക്ക് അവിടെ ചെന്നതിൽ. പിന്നെ എന്താ, എല്ലാം നല്ല നല്ല അനുഭവങ്ങൾ. പിന്നെ അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അമ്മ നമുക്ക് ദർശനം തരാൻ വേണ്ടി വരും. ഇരിക്കുന്നത് 1 മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, 1 ദിവസമോ 2 ദിവസമല്ല, അങ്ങനെ ഇരിക്കുകയാണ്. ആളുകളിങ്ങനെ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, ജനലക്ഷങ്ങൾ. ഈ വരുന്ന ഓരോ വ്യക്തിയെയും അമ്മ സംസാരിച്ച് ആലിംഗനം ചെയ്തിട്ടേ പറഞ്ഞയക്കുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആളുകൾ. അപ്പോൾ ആ സമയത്തൊന്നും ഈ അമ്മ മലമൂത്ര വിസർജനം നടത്താനായിട്ട് പോലും എഴുന്നേറ്റ് പോകുന്നില്ല. വെള്ളം ഒരു ഗ്ലാസ് കൊടുത്താൽ അതിലൊരു കവിളിറക്കി എന്ന് വരുത്തും. പിന്നെ അമ്മയ്ക്ക് കൊടുക്കുന്നത് കണ്ട പൊട്ടത്തേങ്ങ, അതിൽ ഒരു കടി കടിക്കും. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു മനുഷ്യന്, സാധാരണ ഒരു നോർമൽ വ്യക്തിക്ക് ഒന്നും പറ്റില്ല. പിന്നെ അമൃതാനന്ദമയി ആശ്രമത്തിൽ നിന്നും എന്തുമാത്രം ആനുകൂല്യങ്ങളാണ് ജനങ്ങൾക്ക് കിട്ടുന്നത്. മെഡിക്കൽ, വിദ്യാഭ്യാസം, അതുപോലെ ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ വീടുകൾ, ഇതൊക്കെ ആര് ചെയ്ത് കൊടുക്കും? നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും? എന്തോരം ആരാധനാലയങ്ങളും നമ്മുടെ ജാതിമത ഭേദമന്യേ നമ്മുടെ നാട്ടിലുണ്ട്. ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? പിന്നെ എന്തിനാണ് ചെയ്യുന്ന ഒരാളെ ഇങ്ങനെ ചെടിവാരി അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വാർത്തകളൊക്കെ കൊടുക്കുന്നത്? എൻ്റെ അനുഭവം കൊണ്ട് ഞാനും എൻ്റെ കുട്ടിയും ഒരാഴ്ചക്കാലം അവിടെ സേഫായിരുന്നു. അതേ എനിക്ക് പറയാനുള്ളൂ. അവിടെ അതിൻ്റെ പിന്നിൽ വല്ലതും നടക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മൾ കഴിച്ചിട്ട് വേസ്റ്റൊക്കെ ഈ പാത്രം കഴുകുന്ന ആ സ്ഥലമുണ്ടല്ലോ, നിറയെ ടാപ്പുകളും വെള്ളം ഒഴുകാനുള്ള ചാരമൊക്കെ, അവിടെ എന്തെങ്കിലും ഒരു വേസ്റ്റ് നമ്മളിട്ടാൽ, ഒരു വിദേശി അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഒരാൾ അത് കൈകൊണ്ടെടുത്ത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോകും. അപ്പം നമുക്കയ്യോ എന്ന് തോന്നിപ്പോകും. അതുപോലത്തെ ഒരവസ്ഥ. ആ മുറ്റത്ത്, ആശ്രമ മുറ്റത്തൊന്നും ഒരു കരിയില പോലും, മരങ്ങളൊക്കെ ഉണ്ട്, ഒരു കരിയില പോലും വീണാൽ അത് വരെ പറക്കിക്കളയാൻ അവിടെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത്രയും പവിത്രമായൊരു സ്ഥലത്ത് ഇത്രയും പറയുന്ന പോലെയുള്ള, അത് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാനവിടെ ഒരാഴ്ചക്കാലം താമസിച്ചിരുന്നു. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എനിക്ക് അങ്ങനെയുള്ള അവിടുത്തെ അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളും എനിക്ക് അവിടെ ഉണ്ടായിട്ടില്ല.
ഇതാണ് എൻ്റെ ഒരവസ്ഥ. എനിക്ക് അമൃതാനന്ദമയി ആശ്രമത്തെക്കുറിച്ച് പറയാനുള്ള കാര്യം ഇതാണ്.